കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. ഏശയ്യാ 54:13. സങ്കീർത്തനത്തിൽ 127 അധ്യായം 1 വാക്യത്തിൽ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് സംരക്ഷിക്കുന്നില്ലെങ്കിൽ കാവൽ നിൽക്കുന്നത് വ്യർത്ഥമാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു: ദൈവമായ കർത്താവ് ഒരു തവണ സംസാരിച്ചു, ഞാൻ 2 തവണ കേട്ടു. ഏശയ്യായുടെ പുസ്തകം 54 അധ്യായം 13 വാക്യത്തിൽ വായിക്കുമ്പോഴൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നത്. നമ്മൾ എത്രയേറെ അധ്വാനിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചാലും പലപ്പോഴും നമുക്ക് നമ്മുടെ പരിധിക്ക് അതീതമാണ് അത് ഗ്രഹിക്കാനും ശരിയായി മനസ്സിലാക്കാനും വിജയിക്കാനും ഒക്കെ. പക്ഷേ കർത്താവ് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളും പുത്രന്മാരും ശ്രേയസ് ആർജിക്കും. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ഉയർച്ചയും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ വചനം വായിക്കുമ്പോഴൊക്കെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവെ, ഞങ്ങളുടെ ശ്രേയസ് അങ്ങയുടെ ദാനമാണ്. നീ ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങൾ എല്ലാവരും നിന്നിലും ലോകത്തിലും ശ്രേയസ് ആർജിച്ചതായും കാണപ്പെടട്ടെ.